ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. മൻ കി ബാത്തിന്റെ 109-ാം അധ്യായത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. സുപ്രീംകോടതിയുടെ വജ്രജൂബിലി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പരീക്ഷാ സമ്മർദ്ദങ്ങളെ മറികടക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രിയുടെ പരീക്ഷാ പേ ചർച്ച നാളെ. പരിപാടിയിൽ രജിസ്റ്റർ ചെയ്തത് 2 കോടിയിലധികം പേർ. ബീഹാറിൽ തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകൾ തുടരുന്നു. മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് രാജിവെച്ചേക്കും. ഹൈദരാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 126 റൺസിന്റെ ലീഡ്. വാർത്തകൾ വിശദമായി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടിയുടെ 109-ാം പതിപ്പാണിത്. രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളും പരിപാടി തത്സമയം ലഭ്യമാക്കും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പ്രക്ഷേപണവും ഉണ്ടാകും. സുപ്രീംകോടതിയുടെ വജ്രജൂബിലി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പൌരകേന്ദ്രീകൃതമായ വിവിധ സാങ്കേതിക സംരംഭങ്ങൾക്കും പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ തുടക്കമിടും. ഡിജിറ്റൽ രൂപത്തിലാക്കിയ സുപ്രീംകോടതി റിപ്പോർട്ടുകൾ, ഡിജിറ്റൽ കോടതികൾ 2.0, സുപ്രീംകോടതിയുടെ പുതിയ വെബ്സൈറ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇതോടെ 1950 മുതൽ സുപ്രീംകോടതിയുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന 519 വാല്യങ്ങളും കോടതി വിധികളും സൌജന്യമായി ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ലഭ്യമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന പരീക്ഷാ പേ ചർച്ച നാളെ. പരിപാടിയെ ഉത്സാഹത്തോടെയാണ് ഉറ്റുനോക്കുന്നതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിശദാംശങ്ങളിലേക്ക്. പരീക്ഷകൾ രസകരവും സമ്മർദ്ദരഹിതവുമാക്കുന്നതിനെക്കുറിച്ച് പരീക്ഷാ പേ ചർച്ചയുടെ മുൻ അധ്യായങ്ങളിൽ നിന്നുള്ള വിഷയങ്ങളും പ്രായോഗിക രീതികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ചു. പരീക്ഷ പേടിയെ അവസരങ്ങളുടെ ജാലകമാക്കി മാറ്റണമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. പരീക്ഷാ പേ ചർച്ചയിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ 6 വർഷത്തിനിടെ റെക്കോർഡ് വർധനയാണുണ്ടായത്. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമായി 2,26,00,000 പേർ ഈ വർഷത്തെ പരീക്ഷാ പേ ചർച്ചയിൽ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. 2023 ഇത് 38.8 ലക്ഷമായിരുന്നു. പരീക്ഷാ പേ ചർച്ചയുടെ 7ാം പതിപ്പ് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. 3000-ഓളം പേർ പരിപാടിയിൽ നേരിട്ട് പ്രധാനമന്ത്രിയുമായി സംവദിക്കും. പരീക്ഷാ പേ ചർച്ചയുടെ ഒരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. പരീക്ഷാ പേ ചർച്ചയിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം സംസ്ഥാന ഗവർണർമാർക്കും മുഖ്യമന്ത്രിമാർക്കും കത്തയച്ചു. ഇന്ത്യയുടെ ഭാവി നിർമ്മാതാക്കൾക്ക് പഠനത്തിൽ സന്തോഷം പകരാൻ ലക്ഷ്യമിട്ടുള്ള പരീക്ഷാ പേ ചർച്ചയിൽ എല്ലാവരും കൈകോർക്കണമെന്ന് കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ 2 ദിവസത്തെ മഹാരാഷ്ട്ര, തമിഴ്നാട് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. മഹാരാഷ്ട്ര നിയമസഭയിൽ നടക്കുന്ന ഇന്ത്യൻ നിയമസഭാ സമിതികളുടെ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ 84-ാമത് സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിനെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. വികസിത് ഭാരത് 2047 എന്ന വിഷയത്തിൽ പുതുച്ചേരി സർവകലാശാല വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിക്കും. ഇന്ത്യയിലെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും കാലാനുസൃത അംഗീകാരം, മൂല്യനിർണ്ണയം, അക്രഡിറ്റേഷൻ, റാങ്കിംഗ് എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി നിർദ്ദേശിക്കപ്പെട്ട പരിഷ്കാരങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അംഗീകരിച്ചു. പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനായി 2022 നവംബറിൽ ISRO മുൻ ചെയർമാൻ കെ രാധാകൃഷ്ണൻ ചെയർമാനായുള്ള ഒരു സമഗ്ര സമിതിക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം രൂപം നൽകിയിരുന്നു. സമിതി ഈ മാസം 16-നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. അംഗീകൃത സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിരവധി പരിഷ്കാരങ്ങൾ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. ISROയുടെ ഏറ്റവും പുതിയ കാലാവസ്ഥാ ഉപഗ്രഹമായ ഇൻസാറ്റ് 3DS വിക്ഷേപണത്തിനായി ശ്രീഹരിക്കോട്ടയിലേക്ക് ഫ്ളാഗ് ഓഫ് ചെയ്തു. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിനു വേണ്ടി ബംഗളൂരുവിലെ UR റാവു സാറ്റലൈറ്റ് സെന്ററിലാണ് ഉപഗ്രഹം വികസിപ്പിച്ചത്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് പശ്ചിമബംഗാളിൽ സിലിഗുഡിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തോടെയാണ് പശ്ചിമബംഗാളിലെ പര്യടനം ആരംഭിക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_ എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI നടത്തുന്ന തുടർ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വർദ്ധിപ്പിച്ചു. Z+ സുരക്ഷയാണ് ഗവർണർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുരക്ഷ CRPF ഏറ്റെടുത്തു.
ഇന്നലെ കൊല്ലം നിലമേലിൽ SFI പ്രവർത്തകർ നടത്തിയ കരിങ്കൊടി സമരത്തിനെതിരെ ഗവർണർ പ്രതിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടി. ജനാധിപത്യ സംവിധാനത്തിനെതിരായ നിലപാടാണ് കേരള ഗവർണർ സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് നേരെ പ്രതിഷേധമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ മറികടന്ന് പുറത്തിറങ്ങുന്നത് തെറ്റായ നടപടിയാണ്. ഗവർണർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നത് മികച്ച സുരക്ഷയാണ്. ഗവർണറുടേത് പ്രത്യേക രീതിയിലുള്ള നിലപാടാണെന്നും ഏത് അധികാരസ്ഥാനത്തിനേക്കാളും വലുത് നിയമമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കായികപരമായി ആക്രമിച്ച് ഗവർണറെ വരുതിയിലാക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. പോലീസ് ഇന്റലിജൻസ് സംവിധാനം ഇതെല്ലാം നേരത്തെ അറിഞ്ഞിട്ടും യാത്രാവഴി സുഗമമാക്കുന്നില്ലെന്നും ശ്രീ വി മുരളീധരൻ കുറ്റപ്പെടുത്തി. ബീഹാറിൽ തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകൾ പുരോഗമിക്കുന്നു. പുതിയ സർക്കാർ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് BJPയും JDUവും തമ്മിൽ കൂടിയാലോചനകൾ നടക്കുകയാണ്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് രാജി സമർപ്പിച്ചേക്കും. BJPക്ക് പിന്തുണ അറിയിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന് അദ്ദേഹം കത്ത് നൽകുമെന്നാണ് കരുതുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങും ഇന്ന് രാജ്ഭവനിൽ നടക്കുമെന്നാണ് സൂചന. BJP നിയമസഭാംഗങ്ങളും പാർട്ടിയുടെ ഉന്നതതല അംഗങ്ങളും ഇന്നലെ നിരവധി യോഗങ്ങൾ നടത്തിയിരുന്നു. പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവലോകനം ചെയ്യാൻ BJP JDU നിയമസഭാംഗങ്ങൾ ഇന്ന് പട്നയിൽ യോഗം ചേരും. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് കിരീടം നേടിയ രോഹൻ ബൊപ്പണ്ണ സഖ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കഠിനാധ്വാനവും സ്ഥിരോത്സാഹവുമാണ് ഒരു വ്യക്തിയുടെ കഴിവുകളെ നിർവചിക്കുന്നതെന്ന ഓർമ്മപ്പെടുത്തലാണ് ബൊപ്പണ്ണയുടെ വിജയമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡനോടൊപ്പമാണ് ബംഗളൂരു സ്വദേശിയായ ബൊപ്പണ്ണ കിരീടം സ്വന്തമാക്കിയത്. 43-ാം വയസ്സിലാണ് രോഹൻ ബൊപ്പണ്ണ ഗ്രാൻഡ്സ്ലാം കിരീടം നേടുന്നത്. അതിനിടെ വനിതാ സിംഗിൾസിൽ കിരീടം ബെലറൂസിന്റെ അരീന സബലേങ്ക നേടി. ഹൈദരാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 126 റൺസിന്റെ ലീഡ്. മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് രണ്ടാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 316 റൺസ് എന്ന നിലയിലാണ്. ഇംഗ്ലണ്ടിനായി ഒലി പോപ്പ് സെഞ്ചുറി നേടി. ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് 436 റൺസിൽ അവസാനിച്ചിരുന്നു. മസ്കറ്റിൽ നടന്ന FIH ഹോക്കി ഫൈവ്സ് വനിതാ ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയ്ക്ക് പരാജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ നെതർലൻഡ്സിനോട് 7-2 ഇന്ത്യൻ സംഘം പരാജയം ഏറ്റുവാങ്ങിയത്. ജ്യോതി ഛത്രി, ഋതുജ ദാദാസോ പിസാൽ എന്നിവരാണ് ഇന്ത്യയ്ക്കായി ഗോൾ നേടിയത്. പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസിയായ UNRWAയ്ക്കുള്ള ധനസഹായം UK താൽക്കാലികമായി നിർത്തിവച്ചു. ഒക്ടോബർ 7-ലെ ഹമാസ് ആക്രമണത്തിൽ പങ്കുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് തങ്ങളുടെ നിരവധി ജീവനക്കാരെ പിരിച്ചുവിടുന്നതായി ഏജൻസി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബ്രിട്ടന്റെ തീരുമാനം. ഇസ്രായേൽ ഉന്നയിച്ച ആരോപണങ്ങൾ ഞെട്ടിക്കുന്നതാണെന്ന് UK ഗവൺമെന്റ് പറഞ്ഞു. US, ഓസ്ട്രേലിയ, ഇറ്റലി, കാനഡ, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ ഇതിനകം UNRWAയ്ക്കുള്ള ധനസഹായം നിർത്തിവച്ചിട്ടുണ്ട്. 1949 സ്ഥാപിതമായ യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി അഥവാ UNRWA ഗാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ UN ഏജൻസിയാണ്. ഗാസ, വെസ്റ്റ് ബാങ്ക്, ജോർദാൻ, ലെബനൻ, സിറിയ എന്നിവിടങ്ങളിലെ പലസ്തീനികൾക്കായി ഈ ഏജൻസി ആരോഗ്യ പരിരക്ഷയും വിദ്യാഭ്യാസവും മറ്റ് മാനുഷിക സഹായങ്ങളും നൽകുന്നു. ധനസഹായം പിൻവലിച്ച UKയുടെ നടപടി ഗാസയിൽ കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്ന് UNRWA മുൻ മുഖ്യ വക്താവ് ക്രിസ്റ്റഫർ ഗണസ് പറഞ്ഞു. യമനിലെ ചെങ്കടൽ തുറമുഖ നഗരമായ ഹൊദൈദയിലെ ഹൂതികളുടെ കേന്ദ്രങ്ങളിൽ US ബ്രിട്ടീഷ് നാവിക സഖ്യം 2 ആക്രമണങ്ങൾ നടത്തി. കഴിഞ്ഞ ദിവസം ഗൾഫ് ഓഫ് എയ്ഡനിൽ ബ്രിട്ടീഷ് എണ്ണക്കപ്പലായ മാർലിൻ ലുവാണ്ടയ്ക്ക് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്ത് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് US തിരിച്ചടിച്ചത്. കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അംഗീകാരം. 2023-ലെ രാജ്യത്തെ 10 മികച്ച സ്റ്റേഷനുകളിൽ 9ാമത്തെ സ്റ്റേഷനായും കേരളത്തിലെ മികച്ച സ്റ്റേഷനായുമാണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനെ തിരഞ്ഞെടുത്തത്. വിവിധ മേഖലകളിലെ പ്രകടനം വിലയിരുത്തി നൽകിവരുന്ന പുരസ്കാരമാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. മൻ കി ബാത്തിന്റെ 109-ാം അധ്യായത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. സുപ്രീംകോടതിയുടെ വജ്രജൂബിലി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പരീക്ഷാ സമ്മർദ്ദങ്ങളെ മറികടക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രിയുടെ പരീക്ഷാ പേ ചർച്ച നാളെ. പരിപാടിയിൽ രജിസ്റ്റർ ചെയ്തത് 2 കോടിയിലധികം പേർ. ബീഹാറിൽ തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകൾ തുടരുന്നു. മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് രാജിവെച്ചേക്കും. ഹൈദരാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 126 റൺസിന്റെ ലീഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.